ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ്. ഇന്ന് ഞാൻ എൻ്റെ വിച്ചുവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ബാഗ് ഞാൻ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. അത് ഓൾറെഡി ഞാൻ ബാഗിലെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്, ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റ് ആക്കിയിട്ടില്ല, വെറുതെ ഇട്ട് വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ അത് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അതിനോടൊപ്പം തന്നെ കല്യാണത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളൂടി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ എനിക്ക് ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനേ പറ്റുന്നില്ല, പക്ഷേ ഞാൻ ഷോർട്സിൽ എല്ലാ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഗസ്റ്റുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സ് വരുന്നുണ്ട് ഡെയിലി. അപ്പോൾ പിന്നെ 12 മണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അത് പകുതി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫുൾ തിരക്കാണ്, അതുകൊണ്ട് എനിക്ക് ലോങ് വീഡിയോസ് ഇടാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇന്നത്തെ ദിവസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസമാണ്. എനിക്കിന്ന് ആദ്യത്തെ എന്താ പറയുക ഒരു അവാർഡ് കിട്ടിയ ദിവസം എന്ന് പറയും, ഇൻഫ്ലുവൻസേഴ്സിൻ്റെ അവാർഡ് കേട്ടോ കിട്ടിയ ദിവസമാണ്. എനിക്കിതിന് മുന്നേ എനിക്ക് കുറേ എന്താ പറയുക വന്നിട്ടുണ്ടായിരുന്നു, യൂട്യൂബിൻ്റെ മീറ്റപ്പായാലും ഇൻസ്റ്റാഗ്രാമിലെ കുറച്ച് മീറ്റപ്പിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഒന്നിനും പോകാൻ പറ്റിയിട്ടില്ല. എൻ്റെ ഫ്രണ്ട്സ് ഒന്നും പോണില്ല പറഞ്ഞപ്പോൾ ഞാനും പോണില്ല. പിന്നെ നല്ല ലോങ് ആണ്, എറണാകുളത്തൊക്കെയാണ് കൂടുതലും മീറ്റപ്പ് വന്നേക്കുന്നത് യൂട്യൂബിൻ്റെ. അപ്പോഴൊന്നും എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇതെൻ്റെ സ്വന്തം നാട്ടിൽ നടക്കുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു, അപ്പോൾ എനിക്ക് ക്യാൻസൽ ചെയ്യാൻ തോന്നിയില്ല. അപ്പോൾ ഞാൻ പോയി കുറച്ച് ചാവക്കാരിലെ, അതായത് എൻ്റെ നാട്ടിൽ കുറച്ച് ഇൻഫ്ലുവൻസേഴ്സിനെ കാണാൻ പറ്റി, പരിചയപ്പെടാൻ പറ്റി, സംസാരിക്കാൻ പറ്റി. നമുക്കൊരു വലിയൊരു മൊമെൻ്റ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഓക്സ്ഫോർഡ് അക്കാദമിയാണ് നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. എന്തായാലും ഒരുപാട് സന്തോഷം. അത് ഞാൻ സെപ്പറേറ്റ് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ മെയിനായിട്ട് നമ്മുടെ ബാഗ് പാക്കിംഗ് ആണ്. കുറച്ച് എക്സൈറ്റഡ് ആണ്, എന്നാൽ കുറച്ച് വിഷമമുണ്ട് ബാഗ് പാക്ക് ചെയ്യുമ്പോൾ. യെസ്, അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയല്ല കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ വീഡിയോ എടുക്കാം, കാരണം എപ്പോഴും വീഡിയോ എടുക്കുമ്പോൾ ഹായ് കുക്കു വാതിൽ തുറന്ന് വരികയാണ് കേട്ടോ. ഞാൻ വാതിൽ ചാരി ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ വാതിൽ തുറന്ന് വരികയാണ്. ഞാൻ എൻ്റെ കുക്കുവിനെ മിസ് ചെയ്യും, നല്ലോണം മിസ് ചെയ്യും. ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുക കുക്കുവിനെ ആയിരിക്കും, കാരണം അമ്മയും അച്ഛനും ഇടയ്ക്കൊക്കെ എന്നെ കാണാൻ വരും. പക്ഷേ കുക്കുവിന് എന്നെ ഒറ്റയ്ക്ക് നടന്ന് കാണാൻ വരാൻ പറ്റില്ലല്ലോ, അല്ലേ പെണ്ണാ? ഞാൻ കൊണ്ടുപോകുന്നതാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഗുരുവായൂർ പോകുമ്പോൾ. പക്ഷേ അച്ഛനും അമ്മയും ഒരു പൊടിക്ക് പോലും സമ്മതിക്കണില്ല. നീ പോയാലും കുക്കുവിനെ ഞങ്ങൾ വിടില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, നമുക്ക് വീഡിയോ തുടങ്ങാം. അപ്പോൾ ഇതാണ് ഞാൻ കൊണ്ടുപോകുന്ന സ്യൂട്ട് കേസ്. അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ള സ്യൂട്ട് കേസാണ്. ഇതിൽ ഓൾറെഡി പെട്ടി തട്ടുമാത്ത് മാറൂ. ആ ഓക്കെ, അപ്പോൾ ഇതാണ് കൊണ്ടുപോകുന്ന സ്യൂട്ട് കേസ്. അപ്പോൾ നമുക്ക് ഇത് ഫസ്റ്റ് ഓപ്പൺ ചെയ്യാം. നിങ്ങൾക്ക് എത്രത്തോളം എന്നെ കാണാൻ പറ്റുന്നതെന്ന് അറിയില്ല, ഞാൻ കുറച്ച് അധികം നീക്കിയിട്ടാണ് ഫോൺ വെച്ചേക്കുന്നത് കേട്ടോ. പിന്നെ ലൈറ്റിൻ്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ടാവും, സോറി, കാരണം ഇവിടെ ലൈറ്റ് അല്ലെങ്കിൽ കുറവാണ്. പിന്നെ ഞാൻ എക്സ്ട്രാ ലൈറ്റ് വെച്ചിട്ടുണ്ട്, പക്ഷേ നീക്കി വെച്ചേക്കണം, കാരണം എൻ്റെ ഫേസിലേക്ക് അത് കറക്റ്റായിട്ട് കിട്ടുമെന്ന് അറിയില്ല. ഇത് നമ്മുടെ കട്ടിലിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ സ്യൂട്ട് കേസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം അടക്കി പറക്കിയിട്ടൊന്നും വെച്ചിട്ടില്ല, ജസ്റ്റ് ചുമ്മാ എല്ലാം വെച്ചിട്ടേ ഉള്ളൂ. ഈ ഒരു സ്യൂട്ട് കേസിൽ 2 സെക്ഷനായിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഈ ഒരു ഭാഗം കുറച്ച് നല്ല, അതായത് പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റുന്ന ഡ്രസ്സ് ഇവിടെ വെക്കാം, വീട്ടിൽ ഇടാൻ പറ്റുന്ന ഡ്രസ്സ് ഇവിടെ വെക്കാം, അതുപോലെ തന്നെ എൻ്റെ മേക്കപ്പിൻ്റെ സാധനങ്ങൾ, സ്കിൻ കെയർ ഒക്കെ ഇവിടെ വെക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. കുറച്ചും കൂടി ഡ്രസ്സ് ആക്കാനുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ വീട്ടിൽ വേഗം എടുത്തിട്ട് പോന്നു. എന്തായാലും ഇതിനി ഓരോന്നായിട്ട് മാറ്റി വെച്ച് ഒതുക്കാം. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചൊരു പലാസയാണ് കേട്ടോ. ഞാൻ നമ്മുടെ ഡി വ്ളോഗ്സിലെ ദേവുവിൻ്റെ വീഡിയോസിൽ കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് മേടിച്ച ഒരു പലാസയാണ്. നല്ല എന്താ പറയുക ഫ്ലെയറായിട്ട് കിടക്കുന്ന ഒരു പലാസയാണ് കേട്ടോ. അറിയാണ്ട് ഞാനിത് വെയർ ചെയ്യുമ്പോൾ എൻ്റെ 2 കാല് ഇതിൻ്റെ ഉള്ളിൽ പോയി. അപ്പോൾ ഞാൻ ഇതെന്തൊക്കെ നടക്കണേത്, അത്രയും ഫ്ലെയറാണ്, അത്രയും നല്ല ലൂസായിട്ട് കിടക്കുന്ന ഒരു പലാസയാണ്. പക്ഷേ ഇതെനിക്ക് ലെങ്ത്ത് ഒരു പൊടിക്ക് കുറവാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര ഹൈറ്റുള്ളവർക്ക് ചിലപ്പോൾ ലെങ്ത്ത് കുറവായിട്ട് ചിലപ്പോൾ തോന്നുന്നുണ്ടാവും. എനിക്ക് ലെങ്ത്ത് ഒരു പൊടിക്ക് കുറവുള്ളൂ, കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതെൻ്റെ സാരിയാണ്, ഒരു ലാവൻഡർ ഗ്രീൻ കളർ ബോർഡറൊക്കെ വരുന്ന സാരി. ഇത് പുതിയതാണ് കേട്ടോ, അതൊന്നും എടുത്തിട്ട് പോലും ഇല്ല, മീൻസ് ഒരു വട്ടം പോലും വെയർ ചെയ്തിട്ടില്ല കേട്ടോ. എനിക്ക് ഈ ഒരു സ്യൂട്ട് കേസിൽ ഓൾമോസ്റ്റ് എല്ലാ ഡ്രസ്സും പുതിയതാണ്. ഞാൻ കൊണ്ടുപോകാനായിട്ട് മേടിച്ച ഡ്രസ്സാണ് കേട്ടോ. എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട് മേടിച്ച ഡ്രസ്സാണ്. കൂടുതലും ഞാൻ വെയർ ചെയ്യാത്ത പുതിയ ഡ്രസ്സാണ് കേട്ടോ ഇതിലുള്ളത്. പിന്നെ കുറേ ഡ്രസ്സൊന്നും കൊണ്ടുപോകുന്നില്ല, ഓൾറെഡി അവിടെയും അവർ കുറേ മേടിച്ച് വെച്ചിട്ടുണ്ട് എനിക്ക് വേണ്ടിയിട്ട് ഇടാനായിട്ട്. അപ്പം ഞാൻ കുറേ ഒന്നും കൊണ്ടുവന്നില്ല, കുറച്ചേ കൊണ്ടുവന്നുള്ളൂ. സാരി ഞാൻ 2 കൊണ്ടുപോകുന്നുണ്ട്, എനിക്ക് സാരി ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പം ഞാൻ സാരി 2 കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് അതിൻ്റെ ബ്ലൗസാണ് കേട്ടോ, നല്ല ഗ്രീൻ കളർ ബ്ലൗസാണ്. നിങ്ങൾക്കറിയാലോ എനിക്ക് സാരി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സാരി ഞാൻ 2 എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു കോട്ടൺ സാരിയാണ്, ഇത് കലങ്കാരിയാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ ബ്ലൗസ് ഞാൻ ഹക്കോബ തുണി എടുത്ത് മെറ്റീരിയൽ എടുത്ത് തയ്പ്പിച്ചതാണ് കേട്ടോ. ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഈ ഒരു വീഡിയോ നല്ല ലാഗായി പോകും, ഞാൻ വേഗം ഒന്ന് പറഞ്ഞിട്ട് പോവാം. ഇത് അതിൻ്റെ അണ്ടർസ്കേർട്ടാണ്. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പലതവണയായിട്ട്. ഞാനിങ്ങനെ ഓരോ പ്രൊഡക്റ്റ് അൺബോക്സിങ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതൊരു കുർത്ത സെറ്റാണ് കേട്ടോ, മെറൂൺ കളറ്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. ദുപ്പട്ട, ടോപ്പ്, പാൻറ്റ്, ഇതങ്ങനെ വരുന്ന ഒരു സെറ്റാണ് കേട്ടോ.
അത് ഞാൻ നിങ്ങൾക്ക് എൻ്റെ എല്ലാ ഡ്രസ്സും കാണിച്ചു തരാം. ഇതൊരു നൈറ്റ് വെയർ ആണ്. ഇതെനിക്ക് ചേച്ചി ദുബായിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. ഞാൻ പ്രത്യേകം പറഞ്ഞ് വാങ്ങിപ്പിച്ച ഒരു സംഭവമാണ്. ഒരു 3/4 ലെങ്ത്തിൽ വരുന്ന ഒരു കുട്ടി മാക്സി എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു സംഭവം. പിന്നെ ഇതൊരു ഷർട്ടാണ് കേട്ടോ, ബ്ലാക്ക് കളർ ഷർട്ട് കം ടോപ്പ് അങ്ങനത്തെ ഒരു സംഭവമാണ് കേട്ടോ. എന്താ ഈ ബുക്ക് കൂടി ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇതെൻ്റെ ഒരു നൈറ്റ് ഡ്രസ്സാണ്. ഇതൊക്കെ ഇത് ഞാൻ സവാനയിൽ നിന്ന് മേടിച്ചാണ്. സവാനയിൽ നിന്ന് കുറച്ചധികം മേടിച്ചിട്ടുണ്ട്. നല്ല ക്യൂട്ട് പിൻട്രസ്റ്റ് വൈബുള്ള നൈറ്റ് ഡ്രസ്സ് കുറേ മേടിച്ചിട്ടുണ്ട് സവാനയിൽ നിന്ന്. ഇത് നൈറ്റ് ഡ്രസ്സാണ് കേട്ടോ, പൈജാമ സെറ്റാണ്. ഇതും അതെ ഒരു നൈറ്റ് ഡ്രസ്സാണ്, നല്ല ഹാർട്ട് ഷേപ്പിൽ വരുന്ന ഒരു നൈറ്റ് ഡ്രസ്സാണ് കേട്ടോ. ഇതൊരു നൈറ്റ് ഡ്രസ്സാണ്. ഇത് നേരത്തെ കാണിച്ച പോലെ ഒരു കുട്ടി മാക്സിയാണ്, ഒരു 3/4 നമ്മുടെ നീ ലെങ്ത്തിൽ വരുന്ന ഒരു മാക്സിയാണ് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ മറ്റേ പലാസ പാനിന് മേടിച്ച ഒരു ടോപ്പാണ്, കുഞ്ഞു ടോപ്പ്. പിന്നെ ഞാൻ കുറച്ച് ബ്രഷ് മേടിച്ചിട്ടുണ്ട്, അതായത് പല്ല് തേക്കുന്ന ബ്രഷല്ല, മേക്കപ്പ് ബ്രഷ് മേടിച്ചിട്ടുണ്ട്. ഹൈലൈറ്റിൻ്റെ അതുപോലെ തന്നെ ബ്ലഷിൻ്റെ ഒക്കെ ബ്രഷ് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു നൈറ്റ് ഡ്രസ്സാണ്, പൈജാമ സെറ്റ്. ഇതെനിക്ക് ലാസ്റ്റ് ടൈം വെച്ച് പോകുമ്പോൾ മേടിച്ചത് എന്താണ്, ഞാൻ ഇതുവരെ വെയർ ചെയ്തിട്ടില്ല. കല്യാണം കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ എടുത്ത് വെച്ചതാണ് കേട്ടോ, ഒരു പൈജാമ സെറ്റ് പർപ്പിൾ കളറ്. പിന്നെ ഇതെൻ്റെ ചേച്ചി കൊടുന്ന പൈജാമ സെറ്റാണ്. എനിക്കിങ്ങനത്തെ നൈറ്റ് ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഒരേപോലത്തെ ടോപ്പും പാൻറ്റും ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇത് നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ, നല്ലൊരു വൈറ്റിൽ ഒരു ബ്ലാക്ക് ഹാർട്ടും അതുപോലെ തന്നെ ബോ ഒക്കെ വരുന്നത്. പിന്നെ ഇത് നോർമൽ ഒരു പാൻറ്റും ടോപ്പാണ് കേട്ടോ. ഇത് സെപ്പറേറ്റ് നമ്മൾ മേടിച്ചതാണ്. പിന്നെ ഇതിലാണ് എൻ്റെ സ്കിൻ കെയർ ഉള്ളത്. ഇത് ഞാൻ തുറന്ന് കാണിക്കുന്നില്ല, കുറച്ചധികം പ്രൊഡക്റ്റ് ഉണ്ട് സ്കിൻ കെയറിന്. എനിക്ക് തോന്നുന്നു ഫേസ് വാഷ്, അതുപോലെ തന്നെ മോയ്സ്ചറൈസർ, പിന്നെ കോംബ് ഉണ്ട് ഇതിലെൻ്റെ, പിന്നെ ഷേവിങ് കിറ്റ്, പിന്നെ റേസർ കിറ്റ്, പിന്നെന്താ സൺസ്ക്രീൻ, സ്ക്രബ്ബർ, നോസിൻ്റെ സ്ട്രിപ്സ്, ഇത് മറ്റേ ഷീറ്റ് മാസ്ക്, അതുപോലെ തന്നെ വെറ്റ് വൈപ്സ്, അങ്ങനെ കുറച്ചധികം സംഭവങ്ങൾ ഇതിലുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ, നല്ല വെയിറ്റും ഉണ്ട്. ഇതാണേ. ഇതെന്താ നോക്കട്ടെ കേട്ടോ. ഇതെൻ്റെ കുറച്ച് സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആണ്. എൻ്റെ കുറച്ച് ലിപ്സ്റ്റിക്ക്, അതുപോലെ തന്നെ എൻ്റെ കുറച്ച് ഐ ഷേഡോ, മിറർ, ബ്ലഷ്. ഇത് ഞാനിങ്ങനെ ഓരോന്നോരോന്ന് തുറന്ന് കാണിക്കുന്നില്ല, കുറച്ചധികം ടൈം എടുക്കും, അതുകൊണ്ടാണ്. ഇതൊക്കെ എൻ്റെ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആണ്. കുറച്ച് മെബ്ലൈൻ്റെ ലിപ്സ്റ്റിക്ക് ഉണ്ട്, എൻവൈബയുടെ ഉണ്ട്, അതുപോലെ തന്നെ ടിർട്ടിൻ്റെ ഫൗണ്ടേഷൻ ഉണ്ട്. അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളാണ് ഈ ഒരു പൗച്ചിലുള്ളത് കേട്ടോ. പിന്നെ ഇതെൻ്റെ ഒരു ബാബാ സൂട്ടോ അങ്ങനെ എന്താ പറയും, ഡ്രസ്സിന് ബാബാ സൂട്ട് എന്ന് പറയും. ഇന്നർ ഉള്ളിലിട്ടിട്ടുള്ളൊരു ഉടുപ്പാണ്. ഇത് പുറത്തേക്ക് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ, പുറത്തേക്കൊക്കെ ഇടുമ്പോൾ വെയർ ചെയ്യാനായിട്ട് മേടിച്ച ഡ്രസ്സാണ് കേട്ടോ. പിന്നെ ഇതൊരു ഷർട്ടാണ്, ഇത് നല്ല വൈബ്രൻറ്റ് കളർ ഷർട്ടാണ് കേട്ടോ. പിന്നെ ഇതൊരു ടവലാണ്, നമുക്ക് ബാത്ത് ടവലാണ് കേട്ടോ നോർമൽ. ഇത് എൻ്റെ ബാർബിയുടെയാണ്. ഇത് ഞാൻ എവിടെ നിന്നാണ് മേടിച്ചത്, മിനീസോന്ന് മേടിച്ച ഒരു ടവലാണ് കേട്ടോ. പിന്നെ ഇതിലെൻ്റെ ഹെയർ സ്ട്രെയിറ്റ്നർ ഉണ്ട്. ഇനി എനിക്ക് ഹെയർ ഡ്രയറും ഹെയർ കേളറും എടുത്ത് വെക്കാനുണ്ട്. അത് ഞാൻ ലാസ്റ്റ് ടൈം എടുത്ത് വെക്കാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇത് എനിക്ക് 2 ടോപ്പാണ്, ഞാൻ സ്റ്റുഡിയോന്ന് മേടിച്ച 2 ടോപ്പാണ്. ഇതെനിക്ക് തോന്നുന്നു ഞാൻ വീട്ടിലൊക്കെ വെയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പുറത്തേക്ക് ക്യാഷ്വലായിട്ട് പോകുമ്പോൾ വെയർ ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചതാണ്. പിന്നെ ഇതൊരു കോഡ് സെറ്റാണ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കോഡ് സെറ്റാണ്. ഇത് ഞാൻ മെറ്റീരിയൽ എടുത്ത് തയ്പ്പിച്ചതാണ് കേട്ടോ. അത് ഞാൻ നിവർത്തണില്ല, അപ്പോൾ ഞാൻ ഇത് മടക്കി വെച്ചിട്ടുണ്ട്. സെയിം പ്രിൻറ്റ് വരുന്ന മെറ്റീരിയൽ ബോട്ടം ടോപ്പും അങ്ങനെ തയ്പ്പിച്ചതാണ് കേട്ടോ. പറഞ്ഞിട്ട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് തോന്നുന്നു ഞാൻ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് ചിലപ്പോൾ വെയർ ചെയ്യുക ഈ ഒരു ടോപ്പായിരിക്കും പുറത്തേക്ക് പോകുമ്പോൾ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത്. അതുപോലെ തന്നെ ഇതും എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ടൈം ഓണത്തിനോ ഞങ്ങളുടെ മേടിച്ചതാണ് ഈ ഒരു സംഭവം, ഈ ഒരു കോഡ് സെറ്റ്. അതൊക്കെ ഞാൻ എടുത്ത് വെച്ചേക്കാണ് കേട്ടോ, ഇടാണ്ട് ഇങ്ങനെ പോകുമ്പോൾ അല്ലെങ്കിൽ പെട്ടിയിലാക്കി അവിടെ പോകുമ്പോൾ ഇടാന്ന് വെച്ചിട്ട് എടുത്ത് വെച്ചേക്കാണ്. ഇത് പുതിയതാണ് കേട്ടോ, ഇതിലുള്ള എല്ലാവരും ഇതും പുതിയതാണ്. പിന്നെ ഇത് നമ്മൾ മെറ്റീരിയൽ തയ്പ്പിച്ച ഒരു കുർത്തയാണ്. മെറ്റീരിയൽ എടുത്ത് നമ്മൾ തയ്പ്പിച്ച ഒരു കുർത്തയാണ്. നല്ല അടിപൊളി കുർത്തയാണ്, നല്ല അടിപൊളി ബാക്ക് നെക്കൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് വേറെ ചെയ്യുമ്പോൾ കാണാൻ പറ്റും. ഇതൊരു കുർത്ത സെറ്റാണ്. ഇതെനിക്ക് എൻ്റെ ദേവ് കൊണ്ടുതന്ന കുർത്ത സെറ്റാണ്. ദേവിൻ്റെ ചേച്ചിയും ഫാമിലി കൊണ്ടുതന്ന മെറ്റീരിയൽ നമ്മൾ തയ്പ്പിച്ചതാണ്. ഞാൻ അപ്പം തന്നെ തയ്പ്പിച്ച് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ ദേവിന് ഫോട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതെനിക്ക് ലാസ്റ്റ് ടൈം കഴിഞ്ഞ മുൻപത്തെ ഓണത്തിന് ഓൾമോസ്റ്റ് 2 years ആയി എനിക്ക് ഈ ഒരു ചുരിദാർ സെറ്റ് വിച്ചുവിൻ്റെ ഫാമിലി മേടിച്ച് തന്നിട്ട് ഞാൻ ഇതുവരെയായിട്ട് വെയർ ചെയ്തിട്ടില്ല. ഇപ്പോഴാണ് ഞാനത് ഷേപ്പ് ആക്കുന്നത് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് രണ്ടും സവാനയിൽ നിന്ന് മേടിച്ച നല്ല ക്യൂട്ടായിട്ടുള്ള ടോപ്സാണ് കേട്ടോ. കുറച്ച് ടോപ്സ് ഞാൻ എക്സ്ട്രാ കൊണ്ടുപോകുന്നുണ്ട്. ജീൻസ് ഓൾറെഡി അവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് എൻ്റെ ഫ്രണ്ട് എനിക്ക് തന്ന കോഡ് സെറ്റാണ്. വിഷുവിനോ തോന്നുന്നു, വിഷുവിനല്ല, ഇപ്പോൾ ലാസ്റ്റ് എന്താ ഓണം തന്നെയല്ലേ ഓണത്തിന് തന്ന കോഡ് സെറ്റാണ്. ഷർട്ടും പാൻറ്റും കേട്ടോ. പിന്നെ ഇതെൻ്റെ ഇന്നർ വെയേഴ്സാണ്. പിന്നെ ഇത് എൻ്റെ ഷൂ ആണ്. നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ബാഗ് പാക്കിംഗ് വീഡിയോ ഞാൻ വേറെ അപ്ലോഡ് ചെയ്യാം. ഓൾറെഡി അത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, വേറെ അപ്ലോഡ് ചെയ്യാം. കാരണം കഴിഞ്ഞാൽ
അധികം വൈകാണ്ട് തന്നെ നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് നമ്മൾ രണ്ടാളും കൂടിയിട്ടോ, ഞാനും വിച്ചും കൂടിയിട്ട്. അപ്പോൾ അതിന് പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ് ഈ ഒരു ഷൂ. അത് ഈ ഒരു ബാഗിൽ എങ്ങനെയോ പെട്ടതാണ്, ശരിക്കും മറ്റേ ബാഗിൽ പോകേണ്ടതാണ്. പിന്നെ ഇതെൻ്റെ മേക്കപ്പ് പ്രൊഡക്ട്സ് ആണ് കേട്ടോ, അത് ഞാൻ മിക്സ് ആക്കി വെച്ചേക്കുന്നതാണ്, മേക്കപ്പ് പ്രൊഡക്ട്സ് ആണ്. പിന്നെ ഇതെൻ്റെ ജീൻസിൻ്റെ ഒരു ഉടുപ്പാണ്. പിന്നെ ഇത് ഒരു കോട്ടൻ്റെ കുർത്ത സെറ്റാണ്. പിന്നെ ഇതൊരു ബോട്ടം, സെപ്പറേറ്റ് ഒരു പാൻറ്റ് മാത്രം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഈ ഒരു ബാഗിൽ പാക്ക് ചെയ്തിട്ട് വിച്ചുവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇനി നമ്മൾ പാക്കിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. യെസ്, അപ്പോൾ ഞാൻ സ്ഥിരം എവിടേക്കെങ്കിലുമൊക്കെ പോകുമ്പോൾ പാക്ക് ചെയ്യുമ്പോൾ എടുക്കുന്ന എൻ്റെ ട്രാവൽ ആക്സസറീസിലൊരു സംഭവമാണ്. ഇതേ മെഡിസിനൊക്കെ ഞാൻ ലാസ്റ്റ് ടൈം ഇപ്പോൾ ഉപയോഗിച്ചിരുന്നതാണ് കേട്ടോ ഈ ബാഗ്. അപ്പോൾ ട്രാവൽ ആക്സസറീസിൻ്റെ ആ ഒരു കിറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതാണ് ആ ഒരു കിറ്റ്. ഇതൊരു 6 or 7 പീസിൻ്റെ ഒരു കിറ്റാണ് കേട്ടോ. അതിൽ ഒരു പീസ് മിസ്സിങ് ആണ്. എനിക്ക് തോന്നുന്നു ഷൂ ഇട്ട് വെച്ചേക്കാൻ തോന്നുന്നുണ്ട്. എൻ്റെ ഒരു അഡിഡാസിൻ്റെ പുതിയ ഷൂ ഉണ്ട്, അപ്പോൾ അതെടുത്ത് വെച്ചേക്കാണ്. കുറച്ച് ലൂസാണ്, കുറേ ആയി. എനിക്ക് ലാസ്റ്റ് ടൈം ദുബായിൽ നിന്ന് കിട്ടിയ ഷൂ ആണ്, പക്ഷേ ഇതുവരെ ഇട്ടിട്ടില്ല. കുറച്ച് ലൂസായ കാരണം ഇൻ ഫ്യൂച്ചറിൽ എനിക്ക് കൊള്ളുമ്പോൾ ഇടാമെന്ന് വെച്ചിട്ട് എടുത്ത് വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് പാക്ക് ചെയ്യാം, അതിൻ്റേതായ ഓരോ ബോക്സിലാക്കി പാക്ക് ചെയ്യാൻ ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത് ഞാൻ ലാസ്റ്റ് ടൈം ദുബായി പോകുമ്പോൾ മേടിച്ചതാണ്. അതായത് ഓൾമോസ്റ്റ് ഒരു 2-3 years ആയി ഞാനിത് മേടിച്ചിട്ട്. ഞാൻ ഏറ്റവും വലുതിൽ നല്ല ഡ്രസ്സ്, അതായത് പുറത്തേക്കൊക്കെ ഇടാൻ പറ്റുന്ന നല്ല ഡ്രസ്സ്, സാരി, കുറച്ച് സൽവാർ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ചുരിദാർ സെറ്റൊക്കെ ഇതിലാക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. യെസ്, എൻ്റെ രണ്ടാമത്തെ പൗച്ചാണ് കേട്ടോ ഞാൻ ഫില്ല് ചെയ്യുന്നത്. ഇതിൽ ഞാൻ കുറച്ച് കാഷ്വൽ വെയർസ്, അതായത് കാഷ്വലായിട്ട് പുറത്തേക്ക് പോകുമ്പോൾ ഇടാൻ പറ്റുന്ന ഡ്രസ്സാണ് കേട്ടോ ഫില്ല് ചെയ്തേക്കുന്നത്. ഇത് കുറച്ച് ചെറുതാണ് കേട്ടോ, ഇത് ഓരോ സൈസാണ്. ഏറ്റവും വലുതിലാണ് ഞാൻ കുത്തി നിറച്ചിങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് അതിൻ്റെ കുഞ്ഞ് സൈസാണ് കേട്ടോ. ഇതിൽ കുറച്ചും കൂടി കൊള്ളും, പക്ഷെ കീറണ്ട. അത് വെച്ചാൽ ഞാൻ അങ്ങനെ വെച്ചേട്ടോ. ഇനി നമുക്ക് നൈറ്റ് ഡ്രസ്സാണ് മെയിനായിട്ട് വെക്കേണ്ടത്. അതിന് മുന്നേ കുറച്ച് നല്ല ഡ്രസ്സ് കൂടി വെക്കാനുണ്ട്. സോ അതെന്തായാലും വെച്ചിട്ട് പിന്നെ നൈറ്റ് ഡ്രസ്സ് സെറ്റ് ചെയ്യാം. നൈറ്റ് ഡ്രസ്സ് പിന്നെ നമുക്ക് ഈ പൗച്ചില്ലെങ്കിലും അവിടെ മാറ്റി വെക്കാം. എനിക്കിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഞാൻ ഏതൊക്കെ ഇതിലാണ് എവിടെയൊക്കെയാണ് ഓരോന്ന് വെച്ചേക്കണത്. എന്തായാലും ഇത് വിച്ചുൻ്റെ വീട്ടിൽ വന്നാൽ അന്നത്തെ ദിവസം ഫുള്ളായിട്ട് അങ്ങനെ പുറത്തേക്ക് എടുക്കില്ലല്ലോ, നമുക്ക് ആവശ്യം വരുമ്പോഴല്ലേ എടുക്കുള്ളൂ. അപ്പോൾ എനിക്ക് ആവശ്യമുള്ളതൊക്കെ എനിക്ക് പെട്ടെന്ന് ആവശ്യമുള്ളതൊക്കെ ഞാൻ ഓരോന്നോരോന്നും അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ പൗച്ചും നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പൗച്ചേ ഉള്ളൂ വലുതിൽ നമ്മൾ ഇപ്പോൾ നല്ല ഡ്രസ്സ് ഒന്നും ഇല്ല, എല്ലാം വീട്ടിലുള്ള ഡ്രസ്സാണ്. ഒരു ഡ്രസ്സാണ് നല്ലതുള്ളത്, ഒന്നും. പിന്നെ മറ്റേ പലാസ പാൻറ്റും ഉണ്ട്. പിന്നെ ഒരു ബാഗ് ഉണ്ട് കേട്ടോ, ഞാൻ മറന്നു. ബാഗ് ഒന്നല്ല, ബാഗ് 2 ഉണ്ട്. ഒന്ന് നമ്മൾ ട്രിപ്പ് പോകണ്ടെന്ന് പറഞ്ഞല്ലോ, ആ ഒരു സൂട്ട് കേസിൽ 2 ബാഗ് ഇട്ടിട്ടുണ്ട്. അതിലും കുറച്ച് ഡ്രസ്സ് ഉണ്ട്, പുതിയ ഡ്രസ്സാണ് അതും. അത് ഞാൻ വേറെ വീഡിയോ കാണിക്കാം കേട്ടോ. പിന്നെ ഇത് ഇപ്പോൾ മേടിച്ചൊരു ബാഗാണ് കേട്ടോ. ഇതിന് ഭയങ്കര റേറ്റുള്ള പോലെ തോന്നുന്നുണ്ട്, പക്ഷേ ഇതിന് വെറും 100 സംതിങ് രൂപയേ ഉള്ളൂ. നല്ല ബാഗാണ്. എനിക്ക് ഇങ്ങനെയൊക്കെ ഇവിടെ മൈക്കുമ്പോൾ തടിയുണ്ടാവും, ഇവിടെയൊക്കെ ഇങ്ങനെ ഫോണൊക്കെ സേഫായിട്ട് ഇരുന്നോളും. അപ്പോൾ അതിന് വേണ്ടി മേടിച്ചതാണ് കേട്ടോ. ഈ ഒരു ഡ്രസ്സിൻ്റെ കൂടെ പെയർ ചെയ്യാൻ വേണ്ടി തന്നെ മേടിച്ചതാണ്. പിന്നെ ഈ ഒരു ഡ്രസ്സാണ് നല്ലതായിട്ട് എടുത്ത് വെക്കാനുള്ളത്. ഇത് എത്ര മടക്കിയാലും ചുളിയില്ല കേട്ടോ, അത് അങ്ങനത്തെ സൈസാണ്. ഇതൊരു പാൻറ്റ് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. പാൻറ്റല്ല, ഇതൊരു ട്രൗസർ ടൈപ്പ് സംഭവമാണ്. പിന്നെ അതിൻ്റെ ടോപ്പ്. അപ്പോൾ ഇതുതന്നെയുള്ളൂ നല്ല ഡ്രസ്സ്. കുക്കുമ്മ ഒരു ഡ്രസ്സിലാണ് കിടക്കണത്. ഇങ്ങോട്ടാ, അയ്യോ, ഇത് തന്നെ നല്ല ഡ്രസ്സ് തന്നെയാണ് കേട്ടോ. ഈ ഒരു ടോപ്പ് അവൾ അവിടെ കിടക്കണ കാര്യം ഞാൻ കണ്ടില്ല. അപ്പോൾ അങ്ങനെ നല്ല ഡ്രസ്സെല്ലാം നമ്മൾ പൗച്ചിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇത് കാണാൻ പറ്റും, ഇത് നല്ല സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. നല്ല കറക്റ്റ് ഫിറ്റിംഗ് ആണ്. ഇത് ഇനി അടയ്ക്കാൻ പറ്റിയാൽ മതി. ഈ ഒരു സംഭവമാണ് എനിക്കൊരു പേടിയുള്ളത്. കുറച്ചിങ്ങനെ പൊന്തിയിട്ടാണ് നിൽക്കണത് കേട്ടോ. ഓൾറെഡി ഇന്നർ വേഴ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ നൈറ്റ് ഡ്രസ്സ് ഓരോന്നായിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നൈറ്റ് ഡ്രസ്സ് എനിക്ക് തോന്നുന്നു 4 ജോഡി അങ്ങനെയാണ് ഞാൻ കൊണ്ടുപോകണേ തോന്നുന്നു. ഇപ്പോൾ 2 ജോഡിയായി. ഇത് 3 ഓൾറെഡി മടക്കി വെച്ചാൽ വേണം കേട്ടോ, അങ്ങനെ തന്നെ വെക്കണേ. 4, 6 ജോഡി, 6 ജോഡി കൊണ്ടുപോകുന്നുണ്ട് നൈറ്റ് ഡ്രസ്സ്. അതൊക്കെ തോന്നുന്നു നൈറ്റ് വെയേഴ്സാണ് കൂടുതൽ കേട്ടോ. എനിക്ക് മോർണിംഗ് വെയർ ഇത് അങ്ങനെ മോർണിംഗ് വെയർ ചെയ്യാൻ പറ്റുന്ന തോന്നുന്നില്ല, കാരണം ഇത് അങ്ങനത്തെ ഒരു സംഭവമാണ് കേട്ടോ. യെസ്. പിന്നെ 2 ബനിയൻ നമ്മൾ എക്സ്ട്രാ മേടിച്ച് വെച്ചിട്ടുണ്ട്. അത് പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇടാൻ വേണ്ടി മേടിച്ചതാണ് കേട്ടോ. ഒരു നൈറ്റ് വെയറും കൂടി ഉണ്ട്, ഈ ഒരു മാക്സി ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞു. ബാഗ് ഇനിയുണ്ട്. ബാഗ് ഇല്ലാണ്ട് ഞാനില്ല. ബാഗ് ഇനിയുണ്ട് കേട്ടോ. ബാഗ് അത് ഞാൻ പിന്നെ വെക്കാൻ വെച്ചിട്ടാണ്. ഇതെൻ്റെ ഒരു ടർക്കി ബാത്ത് ടബിൾ, മേക്കപ്പ് സാധനം. യെസ്. ബ്രഷൊക്കെ ഇവിടെ വെക്കാം, ഇത് ഓരോ സൈഡിലായിട്ട് വെക്കാം. അവിടെ എല്ലാം കൂടി വെച്ച് ചിലപ്പോൾ കൊള്ളുണ്ടാവില്ല. സ്ട്രെയിറ്റ്നർ ഇവിടെ വെക്കാം. അമ്മേ, ഷൂ വെക്കാനാണ് ഇനി സ്ഥലം.
ഉണ്ടാവും. യെസ്, അങ്ങനെ നമ്മുടെ പെട്ടി ഫുൾ പാക്ക് ചെയ്ത് കഴിഞ്ഞു. എന്നെ കാണാനുണ്ടായിരുന്നില്ല ഇത്ര നേരം, ദൈവമേ. പെട്ടി നമ്മുടെ ഫുൾ പാക്ക് ചെയ്ത് കഴിഞ്ഞു. വിച്ചുവിൻ്റെ വീട്ടിലേക്കുള്ളത് ഇനിയൊരു ടു ഡേയ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പെട്ടി ഞാൻ എടുക്കും, കിച്ചൻ്റെ വീട്ടിലേക്ക് പോവും. നമുക്കപ്പോൾ ഇതിനി അടയ്ക്കാം. കുറച്ച് വെയിറ്റ് ഉണ്ട് കേട്ടോ. അയ്യോ, യെസ്. ഇതിൻ്റെ ഈ ഒരു സൂട്ട് കേസിന് 3 സൈസ് നമ്മുടെ അടുത്തുണ്ട് കേട്ടോ. കുഞ്ഞിതുണ്ട്, ഇതുണ്ട്, ഇതിൻ്റെ തൊട്ട് താഴെയുള്ള ഒരു സൈസും കൂടി ഉണ്ട്. ഉപ്പ് അവിടെ ഇരിക്കുന്നുണ്ട്. കണ്ടോ, നമ്മൾ ലാസ്റ്റ് ടൈം എയർപോർട്ടിലേക്ക് പോകുമ്പോൾ എടുത്ത കാരണേ നമ്മൾ ഫ്ലൈറ്റിൽ കയറിയ ഒരു പെട്ടിയാണിത്. അപ്പം അതിൻ്റെ ടാഗും കാര്യങ്ങളൊന്നും കളഞ്ഞിട്ടില്ല, അതൊക്കെ ഇനി കളയണം. പിന്നെ കുറച്ച് സ്ക്രാച്ച് വന്നിട്ടുണ്ട് പെട്ടിക്ക്, അത് യൂസ് ചെയ്തിട്ട് തന്നെയാണ്. ഓ ഗോഡ്, നല്ല വെയിറ്റ്. അമ്മച്ചി, ഇത്ര വലുപ്പമുണ്ട് കേട്ടോ പെട്ടി, നല്ല വലുപ്പമുണ്ട്. ഫുള്ളായിട്ടിരിക്കുകയാണ് കേട്ടോ സാധനങ്ങൾ. അങ്ങനെ പെട്ടി ഫുള്ള് ഇതാ പാക്ക് ചെയ്ത് കഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതങ്ങനെ തുറക്കാനുള്ള ഒന്നുമില്ല, തുറക്കാൻ മാത്രം, അതിൽ എടുക്കാൻ മാത്രം ഒന്നുമില്ല എല്ലാം. പിന്നെ എനിക്കിപ്പോൾ യൂസ് ചെയ്യുന്ന ഡ്രസ്സൊക്കെ ഞാൻ ഓൾറെഡി ഇവിടെ ഷെൽഫിൽ വെച്ചിട്ടുണ്ട്. എനിക്കായാലും കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ വിച്ചു ആ ദിവസം ഇവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ വിച്ചുവിനുള്ള ഡ്രസ്സായാലും ഇവിടെ ഉണ്ട്. എന്ത് ഇങ്ങോട്ടാ പോകേണ്ടത് ഇത്ര നേരം അവിടെ ഇരുന്നിട്ട് കുറച്ചേരം ഇവിടെ ഇരിക്കേ, വർത്തമാനം പറയട്ടെ. അപ്പോൾ എല്ലാം ഇനി ഇവിടെ ഉണ്ട്. അപ്പോൾ ഇനി പെട്ടി തുറക്കേണ്ട ആവശ്യമുണ്ടോയെന്ന് വെച്ചാൽ ഇല്ല. അങ്ങനെ പെട്ടി പാക്കിങ് കഴിഞ്ഞു. ഇന്നിപ്പോൾ ഇന്ന് എത്രാം തീയതി അടി? 6-ാം തീയതി. ഇന്ന് 6-ാം തീയതിയാണ്. നാളെയാണ് എൻ്റെ അപ്പോയിൻമെൻറ്റ് ക്ലിനിക്കിൽ, സലൂണിൽ അപ്പോയിൻമെൻറ്റ് നാളെയാണ്. അതായത് ഫേഷ്യൽ, ക്ലീനപ്പ്, ഹെയർ സ്പാ, നെയിൽ എക്സ്റ്റൻഷൻ, പെഡിക്യൂർ, മാനിക്യൂർ എല്ലാം നാളെയാണ് ചെയ്യുന്നത്. 7th ഫുള്ള് ഞാൻ അവിടെ ആയിരിക്കും. നമ്മൾ സ്വന്തം ലിവയിൽ തന്നെയാണ് എല്ലാ സർവീസും ചെയ്യുന്നത്. പ്രീ ബ്രൈഡൽ എല്ലാ സർവീസും അവിടെ തന്നെ ചെയ്യുന്നത്. അപ്പോൾ എനിക്കപ്പോൾ ഫ്രീ ആണ് അവിടെ സ്റ്റാഫിന് എല്ലാവർക്കും ഫ്രീ ആണ് എല്ലാ സർവീസും. പിന്നെ അതുപോലെ തന്നെ 8th പ്രോഗ്രാമാണ് നമ്മുടെ വീട്ടിൽ. ദക്ഷിണ ചടങ്ങുണ്ട് രാവിലെ തൊട്ട് ഉച്ച വരെ. ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മൈലാഞ്ചി ഇടുന്നതായി. അപ്പോൾ മൊത്തം തിരക്കാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കാൻ എനിക്ക് ഇതിനും നല്ല സമയം കിട്ടിയെന്ന് വരില്ല, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് എടുത്തത്. നാളെ ഫുൾ സലൂണിൽ വൈകിട്ട് നമ്മൾ സേവ് ഡേറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട്, നടക്കുമെന്ന് അറിയില്ല. പിന്നെ ചെക്കൻ എത്തിയെന്ന് കുറേ പേര് ചോദിക്കണ കണ്ടു കമൻറ്റ് ബോക്സിൽ. ചെക്കൻ വന്നിട്ടില്ല. ചെക്കൻ 6-ാം തീയതി, അതായത് ഇന്ന് രാത്രി കൊച്ചി ഫ്ലൈറ്റ് ഇറങ്ങും. യെസ്, അപ്പം അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. കല്യാണത്തിൻ്റെ തിരക്കൊക്കെ നല്ലോണം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും പുറത്ത് പോയേക്കാണ് ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അച്ഛനും അമ്മയും ഇപ്പോൾ സലൂണിൽ പോയേക്കാണ് കേട്ടോ, ഓരോ ക്ലീനപ്പും ഫേഷ്യലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ചേച്ചി മനാനും കൂടെ പോയിട്ടുണ്ട്, വലിയമ്മയും വലിയച്ഛനും മുന്നേ പോയി. അപ്പോൾ എല്ലാവരും ചെയ്തു തുടങ്ങി. ഞാൻ ലാസ്റ്റ് ചെയ്യണത് മെഹന്തി ഇടുന്നത് ലാസ്റ്റ് തന്നെയാണ്. 8th ഈവനിങ് ആണ് മെഹന്തി ഇടുന്നത് കേട്ടോ. അപ്പോൾ കല്യാണത്തിന് ഞാൻ എല്ലാവരും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും. January 9th കല്യാണം. അപ്പോൾ എല്ലാവരും വരാൻ നോക്കുക. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും നിങ്ങളൊക്കെ വരികയാണെങ്കിൽ. കുറച്ച് യൂട്യൂബേഴ്സിനൊക്കെ ഞാൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പന്തൽ നേരത്തെ പറഞ്ഞ പോലെ പകുതി കഴിഞ്ഞിട്ടുണ്ട്. ഫുള്ളായിട്ട് കഴിഞ്ഞിട്ട് കാണിക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. ലൈറ്റാണ്, കൂടുതൽ ലൈറ്റാണ് നമ്മൾ വീടിന് കൊടുത്തേക്കുന്നത്. ചേച്ചിയുടെ പന്തൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ മറ്റേ പന്തലായിരുന്നു, തുണിപ്പന്തലായിരുന്നു. പക്ഷേ എൻ്റെ അതിന് ബൾബ് പന്തലാണ്. നമ്മൾ പന്തൽ ബൾബ് കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ. കുറച്ച് മാത്രമേ തുണിപ്പന്തലുള്ളൂ. ഒരു വെറൈറ്റിക്കാണ് ചെയ്തത്. കാരണം നമ്മുടെ വീട്ടിലെ ലാസ്റ്റ് കല്യാണമാണ്, എൻ്റെ കൂടി കഴിഞ്ഞു. ലോങ് വീഡിയോ ആയിട്ട് എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് നല്ലോണം. എന്തായാലും കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഡെയിലി വീഡിയോസൊക്കെ ഇടാൻ നോക്കാം കേട്ടോ. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും. ഫുൾ നമ്മളെല്ലാം ഷെഡ്യൂൾ ചെയ്തേക്കാണ്. 9-ാം തീയതി കല്യാണം, 10-ാം തീയതി വിരുന്ന് ചടങ്ങാണ്. അതായത് അങ്ങോട്ട് പോവുക ചെക്കൻ്റെ വീട്ടിലേക്ക്. നമ്മളിവിടുന്ന് കുറച്ച് പേരും കൂടിയിട്ട്. പിന്നെ 11, 12, 13, 14, 15, 16 ഒന്നും നമ്മൾ നാട്ടിലില്ല. അതാണ് സംഭവം. പിന്നെ നമ്മൾ ഫ്രീ ആവണമെങ്കിൽ ഈ മാസം ലാസ്റ്റ് ആവണം. എന്തായാലും വീഡിയോസ് ഇടാൻ ഞാൻ പരമാവധി നോക്കാം. ഞാൻ എൻ്റെ ഈ ട്രൈപോഡ് സ്റ്റാൻഡും ലൈറ്റും മൈക്കും ഒക്കെ ഞാൻ കൊണ്ടുപോകുന്നുണ്ട് വിച്ചുവിൻ്റെ വീട്ടിലേക്ക്. അത് ലാസ്റ്റ് ടൈം മാത്രമാണ് ഞാൻ ഈ ഒരു പെട്ടിയിലാക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ, വലിച്ചു നീട്ടുന്നില്ല. അല്ലെങ്കിൽ എനിക്കറിയാം ഈ ഒരു വീഡിയോ കുറച്ച് ലോങ് ആയി പോയിട്ടുണ്ടാവും പെട്ടി പാക്ക് ചെയ്യുന്ന കാരണം. അപ്പോൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇനിയിപ്പോൾ കല്യാണത്തിൻ്റെ വ്ളോഗായിരിക്കും വരുന്നുണ്ടാവുക, അല്ലെങ്കിൽ ദക്ഷിണയുടെ വ്ളോഗായിരിക്കും, അറിയില്ല എന്താണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ബൈ, ലവ് യു ഓൾ.